നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത് ഓരോ വ്യക്തിയും ജനിച്ച തീയതി പ്രകാരം അഥവാ ജന്മസംഖ്യാപ്രകാരം അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളും അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ പ്രധാനപ്പെട്ട വർഷങ്ങളും, അതായത് രോഗം വരാൻ സാധ്യതയുള്ള വർഷങ്ങളും വയസ്സുകളും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. സംഖ്യാജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ രോഗം, അതിന് പരിഹാരം, ഈ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. ജനിച്ച തീയതി പ്രകാരമുള്ള ജന്മസംഖ്യ അനുസരിച്ചുള്ള ഫലങ്ങളാണ് നാം പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച തീയതി പ്രകാരം അവർക്ക് ഒരു ജന്മസംഖ്യ ഉണ്ടാകും. ആ ജന്മസംഖ്യയിൽ ജനിച്ചവരുടെ എല്ലാം ഫലങ്ങൾ ഒരേ രീതിയിലാകും എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അത്തരത്തിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഫലം പറയുന്നത്. ഓരോ തീയതിയുടെയും അനുസരിച്ച് ഓരോ പ്രത്യേകം വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇനി വിഷയത്തിലേക്ക് കൂടുതലായിട്ട് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം തുടർന്നു വന്നുകൊണ്ടിരുന്ന സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ വ്യക്തിക്കും വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയുടെ പരിഹാരങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ജന്മസംഖ്യ 6 വരെയുള്ള വീഡിയോ നാം ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത് ജന്മസംഖ്യ 7 ആയിട്ടുള്ള വ്യക്തികളുടെ അവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതിനുവേണ്ട പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ്. 7, 16, 25 എന്നീ തീയതികളിൽ ജനിക്കുന്നവർ ജന്മസംഖ്യ 7 ആയിട്ടുള്ളവരാണ്. ജന്മസംഖ്യ 7 ആയിട്ടുള്ള വ്യക്തികളുടെ ഗ്രഹം കേതുവാണ്. കേതു ഗ്രഹമായിട്ടുള്ള ജന്മസംഖ്യ 7 ആയിട്ടുള്ള ഈ തീയതികളിൽ ജനിച്ചവരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമുള്ളതാണ്. എന്നാൽ അശ്രദ്ധമായിട്ടുള്ള ആരോഗ്യശീലവും ഭക്ഷണശീലവും ഒക്കെ ഇവരുടെ ആരോഗ്യത്തെ പിന്നീട് പ്രതികൂലമായി ബാധിച്ചേക്കാം. ദിനചര്യയുടെ ക്രമക്കേടുകൾ ഇവർ ശീലമാക്കി വെക്കാം. അതുമൂലം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ ആരോഗ്യശീലരായതുകൊണ്ട്, ആരോഗ്യമുള്ള ശരീരക്കാരായതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഇവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇവർക്ക് മോശമായ ഭക്ഷണക്രമം മൂലമുള്ള രോഗങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതായത് ഉദര രോഗങ്ങളും വൃക്ക രോഗങ്ങളും അലർജി രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. പൊതുവെ ഏപ്രിൽ ജൂലൈ മാസങ്ങൾ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാസങ്ങളിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും ഈ മാസങ്ങൾ അവർ ശ്രദ്ധയോടുകൂടി കഴിയുക. 16, 34, 52 എന്നീ വയസ്സുകൾ ഇവർ കരുതലോടുകൂടി കഴിയേണ്ട കാലമാണ്. ഈ സമയത്ത് ഇവർക്ക് രോഗപ്രശ്നങ്ങളും രോഗ ആരംഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ഇവർ മേൽപ്പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്രമം പാലിക്കുക. തെറ്റായ ഭക്ഷണക്രമം ഉപേക്ഷിച്ച് നല്ല ശീലത്തെ കൊണ്ടുവരിക. പരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിന് പ്രത്യേക പൂജ ചെയ്യുക. കൂടാതെ ഗണപതിക്കും ചാമുണ്ടിക്കും ഒക്കെ പൂജകൾ വഴിപാടുകളും ഒക്കെ ചെയ്യുക. ഈ ദേവതകളുടെയൊക്കെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക എന്നീ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ജന്മസംഖ്യ 7 ആയിട്ടുള്ള 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ രോഗം വരാനുള്ള സാധ്യതയും അവരുടെ ആരോഗ്യ കാര്യങ്ങളുമാണ് നാം സംസാരിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം 8 ജന്മസംഖ്യ ആയിട്ടുള്ള വ്യക്തികളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.